ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമുക്ക് പ്രത്യേകമായി നൽകുന്ന ചിന്തയുടെ വചന ശുശ്രൂഷയുടെ ഒരു വചനം തോബിത്തിൻ്റെ പുസ്തകമാണ്. തോബിത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനത്തെ സമർപ്പിച്ച് കരമുയർത്തി നമുക്കൊന്ന് പറയാം. ഹല്ലേലൂയ. എന്താണ് തോബിത്തിൻ്റെ പുസ്തകം? 4-ാമത്തെ അധ്യായം 5-ാം വചനം വിവരിക്കുക. അവിടെ തോബിത്ത് തൻ്റെ മകനായ തോബിയാസിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശത്തെക്കുറിച്ചാണ് വചനം പ്രതിപാദിക്കുക. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം എങ്ങനെയാണ് പറയുക? മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. തോബിത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ ദിവസം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരിക. നമുക്ക് വലതുകരം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ തിരുവചനം ഒന്ന് വലതുകരം ഉയർത്തി ഏറ്റവും ഉയർന്ന സ്വരത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. മകനെ, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ഈ വചനത്തിന്റെ അഭിഷേകം ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കാര്യങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാമോ? 2 കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പഠിപ്പിക്കുക. ഒന്ന് വലുതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഒന്നാമതായി വചനം പഠിപ്പിക്കുക, മകനെ, ജീവിതകാലം മുഴുവൻ. ആ വാക്കൊന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം മാത്രമല്ല, ജോലി ഉണ്ടായിരുന്ന കാലഘട്ടം മാത്രമല്ല, കുടുംബജീവിതം സമാധാനപരമായി മുന്നോട്ട് പോയ കാലഘട്ടമല്ല, നമ്മുടെ കൃഷിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ തൊഴിൽ മേഖലയൊക്കെ ഒരു അനുഗ്രഹമായി കൊണ്ടിരുന്ന കാലഘട്ടം മാത്രമല്ല. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ശരീരത്തിൽ ആരോഗ്യമുള്ള കാലഘട്ടം മാത്രമല്ല, ആരോഗ്യമില്ലാതിരിക്കുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, ചെറുപ്പത്തിലും വാർദ്ധക്യത്തിലും ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ, ആ കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഓർക്കണം. ദൈവമായ കർത്താവിനെ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തി ഓർക്കണം. രണ്ടാമതായിട്ട് വചനം പഠിപ്പിക്കുക, ഒരിക്കലും പാപം ചെയ്യുകയോ. ആ വാക്കൊന്ന് പറഞ്ഞേ, ആദ്യം മുതൽ പറഞ്ഞേ. ഇല്ല, ഒരിക്കലും. അതുമുതൽ പറഞ്ഞേ, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. അപ്പൊ ഒരിക്കലും ഒരു മനുഷ്യൻ പാപം ചെയ്യുകയോ ദൈവം നൽകിയ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുകയോ ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക. ഒന്നാമതായി ആ മനുഷ്യൻ
ജീവിതകാലം മുഴുവൻ. ആ വാക്ക് ഒന്നുകൂടി പറയാമോ? ജീവിതകാലം മുഴുവൻ. ഒന്ന് അടുത്തിരിക്കും വ്യക്തിക്ക് ക്ഷയിക്കാൻ കൊടുത്ത ആ വാക്കെന്ന് പറയാമോ? ജീവിതകാലം മുഴുവൻ. ജീവിതകാലം മുഴുവൻ ആ വ്യക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ദൈവത്തെ ഓർത്തുകൊണ്ടിരിക്കണം. ആ വാക്കെന്ന് പറഞ്ഞ് ആരെ ഓർത്തുകൊണ്ടിരിക്കണം? ദൈവത്തെ. അതായത് തോബിതിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ തിരുവചനം പഠിപ്പിക്കുക. അനേകം ദൈവമക്കൾ പാപം ചെയ്യുവാൻ ഒരു കാരണമായിട്ട് വചനം പറയുക. ദൈവികമായ ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിയിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുക, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? പാപം ചെയ്യുക. ഒരു വിടുതലിന് വേണ്ടി കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഈ നോമ്പുകാലം പാപമില്ലാതെ, നോമ്പുകാലം കഴിഞ്ഞ് പാപം ചെയ്യാതെ, ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ദൈവികമായ ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത. ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനും ഉയർന്നു നിൽക്കണം. കരമുയർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു വ്യക്തിക്ക് എപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുവോ, ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവികമായ ചിന്ത, ദൈവികമായ ഓർമ്മ ഒരു വ്യക്തിക്ക് എപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുവോ ആ സമയമാണ് ആ വ്യക്തി എന്ത് ചെയ്യാൻ പോവുക? പാപത്തിലേക്ക് പോവുക. ദൈവികമായ ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു മനുഷ്യ ജീവിതം മുഴുവനും നിലനിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, പിന്നെ ആ മനുഷ്യന് പാപം എന്ന് പറയുന്നത് ചെയ്യുവാൻ സാധിക്കത്തില്ല. ഒന്ന് കരം അടിച്ച് കത്താനും മാത്ത കൊടുത്തേ, ഒന്ന് കരം അടിച്ച് കത്താനും മാത്ത കൊടുത്തേ. അതുകൊണ്ട് സങ്കീർത്തനം 77-ാം അധ്യായം 3-ാം വചനത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. സങ്കീർത്തനം 77-ാം അധ്യായം 3-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ സങ്കീർത്തകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തകൻ പറയുക, ഓ ദൈവമേ, ഞാൻ അവിടുത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തകനുണ്ടായിരുന്ന മനോഭാവം, അപ്പസ്തോലന്മാരിൽ ഉണ്ടായിരുന്ന മനോഭാവം, പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന മനോഭാവം, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മനോഭാവമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവികമായ ചിന്ത ജീവിതങ്ങളിൽ മുഴുവനായിട്ട് നിലനിൽക്കുക. ദൈവികമായ ചിന്ത, ദൈവികമായ ഓർമ്മ ഏത് സമയം ഒരു വ്യക്തിയിൽ നിന്ന്, കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവികമായ ചിന്ത എപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന്, കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോൾ ഏത് സമൂഹത്തിൽ നിന്ന്, കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പടിയിറങ്ങി പോകുന്നുവോ, നഷ്ടപ്പെട്ടു പോകുന്നുവോ, അപ്പോൾ ആ വ്യക്തി, അപ്പോൾ ആ കുടുംബം, ആ സമൂഹം പാപം ചെയ്യുന്ന വ്യക്തിയെ, പാപം ചെയ്യുന്ന കുടുംബമോ പാപം ചെയ്യുന്ന സമൂഹവുമായി മാറും. വിടുതലിന് വേണ്ടി കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു വ്യക്തിയില് ജീവിതകാലം മുഴുവനും നിലനിൽക്കാൻ വേണ്ടി എന്താണ് ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം? ഹല്ലേലൂയ. ഇവിടെ വചനം പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ജീവിതകാലം മുഴുവനും ഓർത്തുകൊണ്ടിരിക്കണം. ദൈവികമായ ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ദൈവികമായ ചിന്ത ഒരു വ്യക്തിക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമായ ഒരു വഴിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. അത് സങ്കീർത്തനം 105-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണ്. സങ്കീർത്തനം 105-ാം അധ്യായം എത്രാമത്തെ തിരുവചനമാണ്? 5-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക: ദൈവം ചെയ്ത വിസ്മയവഹങ്ങളായ പ്രവൃത്തികളെ കുറിച്ച് ഓർക്കുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുക. സങ്കീർത്തകൻ ഇപ്രകാരം പ്രഘോഷിക്കുക: ദൈവത്തിന്റെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ
അതായത് സങ്കീർത്തനം 105 അഞ്ചാമത്തെ തിരുവചനം പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ, ഒരു സമൂഹത്തിലും ദേശത്തും സഭയിലും ഈ ലോകത്ത് ദൈവമായ കർത്താവ് വിസ്മയമുഖങ്ങളായ ഇഞ്ഞാലും നിങ്ങളും അതിശയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ചുള്ള ചിന്ത സദാസമയം ഒരു വ്യക്തി നിലനിൽക്കാൻ വേണ്ടി ദൈവത്തിന് വചനം പറഞ്ഞു തരുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ്. ദൈവം നമുക്ക് വേണ്ടിയും മറ്റു വ്യക്തികൾക്ക് വേണ്ടിയും ഈ ലോകത്ത് പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. ദൈവം പ്രവർത്തിച്ച അനേകം അടയാളങ്ങളെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ദൈവികമായ ചിന്ത കൊണ്ട് നിറയപ്പെടും. ഇരുകരം ഉയർത്തി അടിച്ച് കത്താൻ മാത്രം കൊടുത്തേ. ഇരുകരം ഉയർത്തി അടിച്ച് കത്താൻ മാത്രം കൊടുത്തേ. അതായത് മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലും ദൈവമായ കർത്താവ് ചെയ്യുന്നു. വലുതുകരം ഉയർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഈ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും മാനുഷികമായ ബുദ്ധിയെ അതിശയിപ്പിക്കുന്ന അടയാളങ്ങളും പ്രവർത്തനങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ദൈവം പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ സദാസമയം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നിലനിൽക്കുക. അത് നഷ്ടപ്പെട്ടു പോകില്ല എന്നാണ് വചനം പറയുക. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. കഴിഞ്ഞ 1-2 വർഷം മുമ്പ് കോതമംഗലത്ത് നിന്ന് ഒരു കുടുംബം താബോറിൽ താമസിച്ചുള്ള ആന്തരിക ധ്യാനം കൂടാൻ വേണ്ടി വരുമ്പോൾ ആ കുടുംബം, ഭാര്യയും ഭർത്താവും വളരെയധികം മാനസികമായി തകർന്ന് വേദനിച്ചാണ് ആ ധ്യാനം കൂടാൻ വേണ്ടി താബോറിൽ കടന്നു വരിക. കാരണം ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം ആരംഭിച്ചിട്ട് 11 വർഷങ്ങളായിട്ടും ഇതുവരെയും സന്താന ഭാഗ്യത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടില്ല. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അനവധിയായ ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ ചെയ്ത് പല രീതിയിലും പല മാർഗങ്ങൾ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാതെ വന്ന അവസരത്തിൽ മനസ്സ് തകർന്ന് ദൈവമായ കർത്താവിൻ്റെ അടുക്കൽ 2-3 വർഷം മുമ്പ് ധ്യാനം വന്ന് കൂടുമ്പോൾ ആ ധ്യാന സമയത്ത് ഈ ദമ്പതികൾ ആഗ്രഹിച്ചത്, ദൈവമേ 11 വർഷമായി ഞങ്ങളുടെ ജീവിതത്തിൽ സന്താന ഭാഗ്യമില്ല, ദൈവം കരുണ തോന്നി. ഒന്ന് കരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. ദൈവമായ കർത്താവ് കരുണ തോന്നി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണം. ധ്യാന സമയം മുഴുവന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം ആ ദമ്പതികളെ കണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഉദരബലം കൊടുക്കണമേ എന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം വ്യക്തമായി നൽകുന്ന ദൈവികമായ സന്ദേശം 3 ദൈവിക സന്ദേശങ്ങളാണ്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഒന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി ഉദരബലം കിട്ടാൻ വേണ്ടി ഈ ഭാര്യയും ഭർത്താവ് താമ്പോല് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 80 ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയുടെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എനിക്കും നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ആ മേഖല, ആ നിയോഗങ്ങളെ ദൈവത്തിന് വിസ്മരിക്കാൻ സാധിക്കില്ല, അവഗണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം പറയുക, ഒന്നാമതായി 80 ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കരവുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമതായി ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശം, വെഞ്ചരിച്ചു കൊണ്ടുപോകുന്ന വെള്ളം അത് 80 ദിവസം രാവിലെയും വൈകിട്ട് ഉപയോഗിക്കുക. മൂന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശം, ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 6 മാസത്തിനുള്ളിൽ ദൈവമായ കർത്താവ് 11 വർഷമായി കുഞ്ഞില്ലാത്ത കുടുംബത്തിന് ഉദരബലത്തിന്റെ
അനുഗ്രഹം നൽകി സ്പർശിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ അടിച്ചു കർത്താവിന് മാത്രം കൊടുത്തേ. ഒന്ന് കരങ്ങൾ അടിച്ചു കർത്താവിന് മാത്രം കൊടുത്തേ. സ്നേഹമുള്ളവരെ, ആ ദമ്പതികൾ ധ്യാനം കഴിഞ്ഞ് വിശ്വാസത്തോടു കൂടി ദൈവത്തിന് ആത്മാവ് നൽകിയ സന്ദേശം അനുസരിച്ച് 80 ദിവസം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയുടെ ഒരു ജപമാലയിൽ പ്രാർത്ഥിക്കുക. കരമുയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 80 ദിവസം താമ്പോർന്ന് വെഞ്ചിരിച്ചു കൊണ്ടുപോയ വെള്ളം അത് വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുക. കരമുയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 42-ാമത്തെ ദിവസം 11 വർഷമായി കുഞ്ഞില്ലാത്ത ആ കുടുംബത്തിന് ഉദരബലത്തിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ദൈവമായ കർത്താവ് കൊടുത്ത് ആ കുടുംബത്തെ അനുഗ്രഹിക്കുക. കരമടിച്ചു കർത്താവിന് മാത്രം കൊടുത്തേ. കരമടിച്ചു കർത്താവിന് മാത്രം കൊടുത്തേ. താമ്പോറി ധ്യാനം കൂടിയപ്പോൾ ദൈവം വെളിപ്പെടുത്തിയത് 6 മാസത്തിനുള്ളിൽ എന്ന ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ജപമാല ചൊല്ലി വെഞ്ചിരിച്ച് വെള്ളം ഉപയോഗിച്ച് 42-ാമത്തെ ദിവസം 11 വർഷമായി കുഞ്ഞില്ലാത്ത ആ കുടുംബത്തിന് കർത്താവ് ഉദരഫലം കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണമേ. അത് സങ്കീർത്തനം 105-ാം അധ്യായം 5-ാം തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവം ചെയ്യുന്ന വിസ്മയകരങ്ങളായ കാര്യങ്ങളാ. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, ദൈവത്തിന്റെ വലിയ സ്നേഹവും ദൈവത്തിന്റെ വലിയ കരുതലും നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുമ്പോൾ, കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ദൈവം ചെയ്യുന്ന ഈ അടയാളങ്ങൾ, കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ദൈവം ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ, കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ദൈവം ചെയ്യുന്ന ഇപ്രകാരമുള്ള മഹത്തായ കാര്യങ്ങൾ ഞാൻ നിങ്ങളും ഒന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ആ വ്യക്തിയില് ഏത് ഓർമ്മ നിലനിൽക്കും? ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെ കുറിച്ചുള്ള ചിന്ത. പിന്നെ ആ വ്യക്തിയിൽ നിന്ന് പടിയിറങ്ങി പോകത്തില്ല. കൈയടിച്ചു കത്താനം മാറ്റി കൊടുത്തേ. കൈയടിച്ചു കത്താനം മാറ്റി കൊടുത്തേ. ഒന്ന് ഇരുകാരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. അതുകൊണ്ട് സങ്കീർത്തനം 143-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുക. സങ്കീർത്തനം 143-ാം അധ്യായം 5-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ, ആ വാക്കൊന്ന് പറയാമോ? അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 143-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. വലുതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന മക്കൾ ഒന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. സ്വരമുയർത്തി ഈ വചനം ഏറ്റു പറഞ്ഞ് ദൈവികമായൊരു ചിന്ത ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലങ്ങൾ, സ്വരമില്ല, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഒന്ന് കരം അടിച്ചു കത്താനം മാറ്റി കൊടുത്തേ. ഒന്ന് കരം അടിച്ചു കത്താനം മാറ്റി കൊടുത്തേ. അതായത് സങ്കീർത്തകൻ പറയുക 143-ാം അധ്യായം 5-ാമത്തെ വചനം പഠിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു. എന്തിനു വേണ്ടി ഞാൻ ഓർക്കുക? ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റി. ആ വാക്കെന്ന് പറഞ്ഞ് ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റി. ഇവിടെ ഇരിക്കുന്ന എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്ത അനവധിയായ കാര്യങ്ങളുണ്ട്. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷവും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിസ്മരിക്കാൻ പാടില്ല. ഹല്ലേലൂയ.
വലിയ ആപത്തിൽ നിന്നോ അപകടത്തിൽ നിന്നോ അനർത്ഥത്തിൽ നിന്നോ ഒരു തകർച്ചയിൽ നിന്നോ ഒരു വലിയ പരാജയത്തിൽ നിന്നോ ദൈവം നമ്മെ സംരക്ഷിച്ചതാകാം. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ജയിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു പരീക്ഷ മേഖലയിൽ ദൈവമായ കർത്താവ് ഉയർന്ന ഒരു വിജയം നൽകിയതാകാം. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശാരീരികമായ രോഗം അനവധി ആശുപത്രിയിൽ കയറി ഇറങ്ങി അനവധിയായി മരുന്ന് കഴിച്ചിട്ടും സുഖപ്പെടാത്ത ഒരു രോഗം ദൈവം സുഖപ്പെടുത്തിയതാകാം. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇതിനനേകം വർഷങ്ങളായി സ്വന്തമായി വീടോ ഒരു സ്ഥലമോ ഇല്ല. ദൈവത്തിന്റെ കരുണയാൽ സ്വന്തമായൊരു വീടോ സ്ഥലമോ നമുക്ക് ഒരുക്കി തന്നതാകാം. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അനവധി വർഷം മുമ്പ് ആത്മീയ മേഖലയില് പ്രാർത്ഥന ജീവിതത്തിൽ ഒന്നുമല്ലാതിരുന്ന വ്യക്തിയെ കർത്താവ് ആത്മീയ മേഖല ഉയർത്തിയതാകാം. ഒന്ന് കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇങ്ങനെ സങ്കീർത്തകൻ 143 അധ്യായം 5 വചനം പഠിപ്പിക്കുക. കഴിഞ്ഞ കാലങ്ങൾ നീ എന്ത് ചെയ്യണം? ഒന്ന് ഓർക്കണം. എന്തിനു വേണ്ടി നീ ഓർത്തെടുക്കേണ്ടത്? ദൈവ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റി നീ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി വചനം പറയുക, ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? ഒരു ചിന്തയുണ്ടാകണം. ആ വാക്കെന്ന് പറഞ്ഞ് എന്തുണ്ടാകണം? ഒരു ചിന്തയുണ്ടാകണം. ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഒരു ചിന്ത ഒരു വ്യക്തിക്കുണ്ടായ ദൈവത്തിന്റെ വചനം അടിമറിയിട്ട് പഠിപ്പിക്കുക. പിന്നെ ആ വ്യക്തിയിൽ നിന്ന് ദൈവത്തിന്റെ ഓർമ്മ, ദൈവത്തിന്റെ ചിന്ത നഷ്ടപ്പെട്ടു പോകത്തില്ല. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക. സങ്കീർത്തനം 63 അധ്യായം 5-6 വചനം പഠിപ്പിക്കുക. സങ്കീർത്തനം 63 അധ്യായം 5-6 വചനം പഠിപ്പിക്കുക. ഓ ദൈവമേ, കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മച്ചയും മേധസ്സും കൊണ്ടുവന്ന പോലെ തൃപ്തിയടയുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ഹല്ലേലൂയ. രാത്രി യാമങ്ങളിലും കിടക്കുന്ന സമയങ്ങളിലും ദൈവികമായൊരു ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു വ്യക്തി നിറയുമ്പോൾ അസാധാരണമായ അഭിഷേകത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകും. ഒന്ന് കരമുയർത്തി പറയാം ഹല്ലേലൂയ എന്ന്. ഇനി ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തുന്ന അനേകം ദൈവാനുഭവത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മളോട് കേൾക്കും. ഹല്ലേലൂയ. ഈ ദൈവാനുഭവത്തിന്റെ അനേക സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങൾ കേട്ട് അത് വിസ്മരിക്കാനല്ല ദൈവത്തിന്റെ വചനം പറയുക. ദൈവം ചെയ്യുന്ന ഈ മഹത്തായ കാര്യങ്ങളെ കുറിച്ച് നീ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്ന, നീ വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് ധ്യാനിച്ചാൽ നിന്റെ മനസ്സിൽ നിന്ന് ദൈവത്തിന്റെ ഓർമ്മ, ദൈവത്തെ കുറിച്ചുള്ള ചിന്ത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് തോബിന്റെ മകൻ തോബിയാസോട് പറയുന്ന ഒന്നാമത്തെ നിർദ്ദേശിത, മകനെ, ജീവിതകാലം മുഴുവൻ നീ നിന്റെ ദൈവമായ കർത്താവിനെ ഓർത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സർവ്വീതി പറഞ്ഞ് ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കണം. നോമ്പുകാലം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ച് ഓർക്കാനും ദൈവികമായ ചിന്തയിൽ നിലനിൽക്കാനുമുള്ള വലിയൊരു അവസരമാണ്. ഇരുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എന്നിട്ട് തോബിത്തിന്റെ പുസ്തകം 4 അധ്യായം 5 വചനം രണ്ടാമതായി പറയുന്ന കാര്യമാ ഏറ്റവും ശ്രദ്ധേയ. ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം രണ്ടാമതായിട്ട് പറയുക, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ഹല്ലേലൂയ. ഒന്ന് വലതുകര ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? വലതുകര ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? കണ്ണുകൾ തുറന്ന് കുരിശിലേക്ക് നോക്കാമോ? ഈ തോബിന്റെ പുസ്തകം 4-5 വചനത്തിന്റെ അവസാന ഭാഗം ഒന്ന് സ്വരമുയർത്തി
ചേർന്ന് ഏറ്റുപറയാമോ? ഒരിക്കലും 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 പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. പാപം ഒരു മനുഷ്യൻ ചെയ്യുന്നത്, ദൈവത്തിന്റെ കൽപ്പന ഒരു വിധത്തിൽ ലംഘിക്കുന്നത് ഏത് സമയത്താണ്? ദൈവത്തെ കുറിച്ചുള്ള ചിന്ത ഒരു വ്യക്തിക്ക്, ബാക്കി നിങ്ങൾ പറയണം, സ്വരമേത് പറയണം, നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ചുള്ള ചിന്ത ഒരു വ്യക്തിയിൽ നിന്ന് പണി ഇറങ്ങുമ്പോഴാണ് ആ വ്യക്തിയിൽ ആര് പ്രവേശിക്കുക? പാപം, പിശാച് പ്രവേശിക്കുന്നത്. വിടുതലിന് വേണ്ടി കരമയ്യത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ചുള്ള ചിന്ത ഒരു വ്യക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പാപത്തിന്, ഒരു പിശാചിന് ആ വ്യക്തിയെ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. കരമടിച്ചു കത്താനും മാത്രം കൊടുത്തേ, ഒന്നും കരമടിച്ചു കത്താനും മാത്രം കൊടുത്തേ. ദൈവത്തെ കുറിച്ചുള്ള ചിന്ത ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പാപം, പിശാചിന് ആ കുടുംബത്തിൽ, ആ സമൂഹത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കരമടിച്ചു കത്താനും മാത്രം കൊടുത്തേ, കരമടിച്ചു കത്താനും മാത്രം കൊടുത്തേ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം, അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 6-ാം തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നത്. ആ വചനത്തെ സമർപ്പിച്ച് കരമയത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുകയാ, പാപം ചെയ്യുന്ന ഒരുവന് അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഹല്ലേലൂയ. അവനിൽ വസിക്കുന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുന്ന, ദൈവികമായ ചിന്തയുള്ള, ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മയുള്ള ഒരു വ്യക്തിക്ക്, ദൈവമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുമല്ല. കരമയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നീ വീണ്ടും യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുക: പാപം ചെയ്യുന്ന ഒരുവനും ദൈവത്തെ കണ്ടിട്ടുമില്ല, ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല. ദൈവികമായ ചിന്ത, ദൈവികമായ ഓർമ്മ, ദൈവികമായ ആ ചിന്തകൾ ഒരു വ്യക്തിയിൽ നിന്ന് പണിയിറങ്ങുമ്പോഴാ മുൻപ് സൂചിപ്പിച്ചതുപോലെ പാപം, പിശാച് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുക. ഞാൻ നിങ്ങൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ നോമ്പ് കാലത്തായിരിക്കുമ്പോൾ ദൈവം വസിക്കുന്ന വ്യക്തിയായിട്ട് മാറണം, ദൈവത്തിൽ വസിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ആഗ്രഹിച്ച് കരമയ്യത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുക. 3-ാം അധ്യായം 9-ാം വചനം: 1 യോഹന്നാൻ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. കരമുയർത്തി അടിച്ചു കത്താനും മാത്രം കൊടുത്തേ, കരമുയർത്തി അടിച്ചു കത്താനും മാത്രം കൊടുത്തേ. നമുക്ക് ആ വചനം ഒന്ന് വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കുരിശിലേക്ക് കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കാം. ഈ നോമ്പ് വലിയ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അനേകം ബന്ധനങ്ങൾ, അനേകം തിന്മയുടെ സ്വാധീനങ്ങൾ, അനേകം പൈശാചിക ശക്തികൾ ഈ സമയം നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്ന സമയമാണ്. ദൈവമേ, യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിന് വിടുതൽ ഈ സമൂഹത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം എന്തുമാത്രം സ്വരമുണ്ടോ അത്രമാത്രം സ്വരം ഉയർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവന് പാപം ചെയ്യുന്നില്ല. കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന്
പാപം ചെയ്യാൻ സാധ്യമല്ല. ഇരുകാരമയത്തിൽ കരഞ്ഞു വിളിക്കുന്നു, യേശുവേ. ചേർന്ന് വിളിക്കുന്നു, യേശുവേ. ദൈവം തൊടുന്ന സമയം. ഈ സമയം യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവികമായ ചൈതന്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഈ കൂട്ടായ്മ വെളിപ്പെട്ട സമയമാണ്. ഒന്ന് കാര്യങ്ങൾ അടിച്ചു കർത്താവിന് മാത്രം കൊടുക്കാൻ. അതായത് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണമായിട്ട് വചനം പറയുക, ദൈവികമായ ചൈതന്യം അവനിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ദൈവികമായ ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജന്മമെടുത്ത ഒരു വ്യക്തിയില് ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനമുണ്ടാകുക. ദൈവാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനമുണ്ടാകുക. ദൈവിക ചൈതന്യം ഈ നിൽക്കുന്ന എന്നിലും നിങ്ങളിലും അതിശക്തമായിട്ട് വെളിപ്പെടുക. ദൈവത്തെക്കുറിച്ചൊരു വ്യക്തി ഓർക്കുമ്പോഴും ദൈവികമായ ചിന്തയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, പാപം എന്ന് പറയുന്നത് ചെയ്യാൻ സാധ്യമല്ല. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വചനം പഠിപ്പിക്കുക, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3:8 ഒന്ന് വലതുകരമുയർത്തി ഏറ്റവും ഉയർന്ന സ്ഥലത്തെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ഏറ്റുപറയുക, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഒന്ന് കരം അടിച്ചു കർത്താവിന് മാത്രം കൊടുത്തേ. അതുകൊണ്ട് ഈ നോമ്പ് എന്ന് പറയുക, അമ്പ് നോമ്പ് എന്ന് പറയുക, ഉയർപ്പ് തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുക, സ്നേഹമുള്ളവരെ ഒരു കാര്യം തിരിച്ചറിയണമേ, നോമ്പ് നമ്മിലുള്ള പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടമായി മാറണം. കരമയത്ത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നോമ്പ് ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ, നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ, നോമ്പ് കാലത്തായിരിക്കുമ്പോൾ പൈശാചികമായ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയിലോ കുടുംബത്തിലുണ്ടെങ്കിൽ ആ പൈശാചികമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തികൾ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം നോമ്പ് കാലത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് അനുദിനം വിശുദ്ധ കുർബാന മുടങ്ങാതെ ഈ നോമ്പിൽ അർപ്പിക്കാൻ സാധിക്കണം. കരവീയത്ത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അനുദിനം കുടുംബ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മുൻപ് ചെയ്ത പോലെയുള്ള കുടുംബ പ്രാർത്ഥനയല്ല, അല്പം കൂടി കാര്യക്ഷമതയോടുകൂടി ശക്തിയോടുകൂടി കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സാധിക്കണം. കരമയത്ത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയല്ലാതെ വ്യക്തിപരമായി ഒരു ജപമാല പോലെ ഒരു ദിവസം ചെല്ലാത്ത വ്യക്തിയാണോ നമ്മളെങ്കിൽ ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നോമ്പ് കാലത്ത് വ്യക്തിപരമായിട്ട് ജപമാല ചെല്ലാൻ സമയം നമ്മൾ കണ്ടെത്തണം. കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ.
വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം പഠിക്കാനും അല്പസമയം ഈ നോമ്പിൽ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. കരവയ്യത്തെന്ന് പറഞ്ഞ് അല്ലേലൂയാന്ന്. ഹല്ലേലൂയ. നോമ്പുകാലത്തെ ഉപവാസവും പരിത്യാഗ പ്രവർത്തനങ്ങള്, തീർത്ഥാടനങ്ങള്, അതോടൊപ്പം തന്നെ കുരിശിന്റെ വഴി പ്രാർത്ഥനീയ ദാനധർമ്മങ്ങളുമെല്ലാം ഒരു വ്യക്തിയിലുള്ള, ഒരു കുടുംബത്തിലുള്ള പൈശാചികമായ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഇരുകരവയ്യത്തി എന്ന് പറഞ്ഞ് അല്ലേലൂയാന്ന്. ഹല്ലേലൂയ. ആ നോമ്പിന്റെ ലക്ഷ്യം ഇതായിട്ട് മാറണം. അതായത് ഏതെങ്കിലും ഒരു പൈശാചികമായ പ്രവർത്തന വ്യക്തിയിലോ ജീവിതത്തിലോ കുടുംബത്തിലുണ്ടെങ്കിൽ, ദൈവമേ, ഈ നോമ്പ് ഞാൻ പ്രവേശിക്കുമ്പോൾ, നോമ്പ് ഞാൻ എടുക്കുമ്പോൾ, നോമ്പ് കാലത്ത് ഞാൻ ആയിരിക്കുമ്പോൾ അതെല്ലാം എന്നിൽ നിന്ന് നശിച്ച് പടിയിറങ്ങി പോകണം. കരമയ്യത്തെന്ന് പറഞ്ഞ് അല്ലേലൂയാന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് തോബിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുക. തോബിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വചനം പഠിപ്പിക്കുക. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പാപം ചെയ്യുന്നൊരു വ്യക്തി സ്വന്തം ജീവന്റെ ശത്രുവാണ് എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണമേ, പാപം ചെയ്യുന്ന വ്യക്തിക്ക് സ്വയം സ്നേഹമുണ്ടാകില്ല. കരമയ്യത്തെന്ന് പറഞ്ഞ് അല്ലേലൂയാന്ന്. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന വ്യക്തിക്ക് സ്വയം സ്നേഹമുണ്ടാകില്ല. ആ വ്യക്തിയെ തന്നെ വെറുക്കുക, ആ വ്യക്തിയെ തന്നെ ആദരിക്കുക, ബഹുമാനിക്കുക ചെയ്യത്തില്ല. ആ വ്യക്തിയെ തന്നെ കുറ്റപ്പെടുത്തുക. അതുകൊണ്ട് പാപത്തിന്റെ ഏതെങ്കിലും ഒരു ബന്ധനമുണ്ടെങ്കിൽ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്രകാരമുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ നശിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് യൂദത്തിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം മനസ്സിൽ ഒന്ന് കുറിച്ച് വെക്കണമേ. യൂദത്തിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞ് 17-ാമത്തെ വചനം എന്ന് പറഞ്ഞ് 17-ാമത്തെ വചനം. യൂദത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാമത്തെ വചനം. ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പല പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സോട് ചേർത്ത് വെക്കണമേ. കരമയത്തി സ്വരമയത്തി എന്ന് പറഞ്ഞേ അല്ലേലൂയാന്ന്. ഹല്ലേലൂയ. എന്താണ് യൂദത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം വചനത്തിൽ ദൈവമായ കർത്താവ് പഠിപ്പിക്കുക. വചനം പറയുന്നു, തങ്ങളുടെ ദൈവത്തിന് എതിരായി പാപം ചെയ്യാതിരുന്നത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. ഹല്ലേലൂയ. 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 അതായത് തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്ന കാലത്തോളം അവരുടെ ജീവിതത്തിലെ കുടുംബത്തിൽ എന്തുണ്ടായി? അഭിവൃദ്ധി ഉണ്ടായി. ആ വാക്കെന്ന് പറഞ്ഞ് എന്തുണ്ടായി? അഭിവൃദ്ധി ഉണ്ടായി. ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, ജീവിതം കുടുംബം അനുഗ്രഹവും അഭിഷേകവുമായി മാറണമെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ദൈവത്തിന് എതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും അഭിവൃദ്ധി ഉണ്ടായി. 2 വചനം പഠിപ്പിക്കുകയാണ്, പാപത്തെ വെറുക്കുന്ന ദൈവം. ആ വാക്കെന്ന് പറഞ്ഞ് സ്വരമേറ്റി പറഞ്ഞ് പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. കരമുയർത്തിയടിച്ച് കത്താനമാത്ത കൊടുത്തേ. കരമുയർത്തിയടിച്ച് കത്താനമാത്ത കൊടുത്തേ. അതുകൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധിയില്ല എന്ന് കണ്ണുനീരൊടുക്കുമ്പോൾ ഒരു കാര്യം തിരിഞ്ഞു നോക്കണമേ. എൻ്റെ ജീവിതത്തിൽ പാപം കിടപ്പുണ്ടോ? പാപം വഴി മാറുമ്പോൾ, പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ, തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആ വ്യക്തിയെ പ്രവേശിക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ എന്തുണ്ടാകും? അഭിവൃദ്ധി വന്ന് നിറയും. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് വന്ന് നിറയും? അതുകൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം. ബാറുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ബാറുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വചനം ഇങ്ങനെ പഠിപ്പിക്കുക, ഞങ്ങളുടെ ദൈവമായ കർത്താവേ. ആ വചനം എന്ന് പറയാമോ? ഞങ്ങളുടെ എന്താണ്? മാറുക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വചനം പഠിപ്പിക്കുക, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു, അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ ലംഘിച്ചു. അവിടെ ജീവിതത്തിൽ വന്നുപോയ ചിന്തയിലൂടെ, സംസാരത്തിലൂടെ,
പ്രവൃത്തിയിലൂടെ വന്നുപോയ എല്ലാ പാപങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. കരമയത്തി സ്വരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയ. പാപത്തെ അംഗീകരിച്ചിട്ട് ഒരു മനുഷ്യൻ എളിമപ്പെട്ട് ഈ ദിനങ്ങളിൽ എന്ത് ചെയ്യണം? അതേക്കുറിച്ച് വീണ്ടും വചനം പഠിപ്പിക്കുക. മാർക്കു പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാം തിരുവചനമാണ്. ആ വചനത്തെ സമർപ്പിച്ച് കരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. മാർക്കു പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പഠിപ്പിക്കുക. കർത്താവേ, ശ്രവിക്കണമേ, കരുണ തോന്നണമേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു. ജീവിതം ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളെ കണ്ടെത്തി. ബാറുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാം വചനം പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കണം. എൻ്റെ പേര് ജാസ്മിൻ ജോയ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എനിക്ക് 5 വർഷമായി വിവാഹ തടസ്സമായിരുന്നു. 2019 ജാനുവരി 26-ന് ഇവിടെ ശനിയാഴ്ച താബോർ ബൈബിൾ കൺവെൻഷൻ കൂടി പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോർജി അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. 110 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും 9 മാസത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നും പറഞ്ഞു. 40 ദിവസമായപ്പോൾ ഒരാലോചന വന്നെങ്കിലും അത് ശരിയായില്ല. ആ വിഷമത്തിൽ പിന്നീട് എനിക്ക് ആ ജപമാല പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ജൂലൈ മാസം ഇവിടെ ശനിയാഴ്ച കൺവെൻഷൻ കൂടി പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ശുശ്രൂഷയിൽ 40 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും 2020 മാർച്ചിനുള്ളിൽ തീർച്ചയായും വിവാഹം നടക്കുമെന്നും ജോർജി അച്ഛൻ പറഞ്ഞു. അങ്ങനെ 40 ദിവസം ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോൾ നല്ലൊരാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജാനുവരി 20-ന് എൻ്റെ വിവാഹമായിരുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും താബോർ മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോർജി അച്ഛനും നല്ലൊരു കരഘോഷം, ശക്തമായ ഒരു കരഘോഷം. എൻ്റെ ഫാദറിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ മേരിലാൻഡ് ഇടവകയിൽ നിന്ന് വരുന്ന പാലാരൂപതയിൽ. ഫാദറിൻ്റെ പേര് അബ്രാഹം എന്നാണ്. ഫാദറിന് 2 വർഷമായി യൂറിൻ ബ്ലാഡറിൽ കുരുക്കളായിരുന്നു. കോലഞ്ചേരി ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് വിധേയനായി. ചികിത്സയ്ക്കിടയ്ക്ക് ഞങ്ങൾ ശനിയാഴ്ച താബോർ ബൈബിൾ കൺവെൻഷൻ കൂടി പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ കൈവച്ച് ശുശ്രൂഷയിൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം 70 പ്രാവശ്യം വെഞ്ചരിച്ച വെള്ളം കുടിച്ചതിന് ശേഷം ചെക്കപ്പിന് പോകാനായിട്ട് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ചെക്കപ്പിന് പോയപ്പോൾ രോഗം മാറിയതായി ഡോക്ടർ പറയുകയും ഇഞ്ചക്ഷൻ നിർത്തുകയും 1 വർഷം കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലാൻ പറയുകയും ചെയ്തു. ഈശോയ്ക്കും താബോർ മാതാവിനും അവരായിരുന്നു. നല്ലൊരു കരഘോഷം, ശക്തമായ ഒരു കരഘോഷം. ഒരു നിമിഷം കാര്യങ്ങൾ കോപി പിടിക്കുകയും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് ഈശോ വരുന്ന സമയമാണ്. ഇന്ന് വചനം കേട്ടതുപോലെ നമ്മൾ കർത്താവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈ കൂട്ടായ്മയിലുള്ള ഗർഭശിശുക്കൾ മുതൽ വാർദ്ധക്യം വന്നവരെ വരെ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി കരഞ്ഞു വിളിക്കുന്നു, യേശുവേ 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 കരമടിച്ച് 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 ശക്തിയോടെ ചേർന്ന് പാടാ, ചേർന്ന് പാടാ. ചേർന്ന് വിളിക്കുന്നു, യേശുവേ ഇരുകാരങ്ങളും നമുക്ക് എല്ലാവർക്കും ശിരസ്സ് വയ്ക്കുകയും അതിശക്തമായ ഒരു ആത്മീയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനും പരിശുദ്ധാത്മാവെന്നറിയാനും
തിന്മയുടെ ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു വിടുതൽ ശുശ്രൂഷയാണ്. കർത്താവെ എന്നെ ആത്മീയമായി അഭിഷേകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവിധ തിന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മിന്ന് വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഉദീപമേ ഉദീപമേ പിതാവേ പരിശുദ്ധാത്മാവേ യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ സ്വർഗം തുറക്കണമേ. ഓ ദൈവമേ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഓ ദൈവമേ ഓ ദൈവമേ പ്രാർത്ഥനയില്ല, ജപമാലയില്ല, വചനവായനയില്ല, ബലിയർപ്പണമില്ല, കൂടെയുള്ള ഉപസാരമില്ല, നോമ്പില്ല, ഉപവാസമില്ല, ആത്മീയ മേഖലയില് ബന്ധനങ്ങളെയോ തടസ്സങ്ങളെയോ ഈ നിമിഷ യേശുനാമശക്തിയാൽ ബന്ധിക്കുന്നു. ദൈവമേ മദ്യപാനത്തിന്റെ, ലഹരിയുടെ, മയക്കുമരുന്നിന്റെ, വ്യഭിചാരത്തിന്റെ, അശുദ്ധിയുടെ, തെറ്റായ ബന്ധത്തിന്റെ, വെറുപ്പിന്റെ, പ്രതികാരത്തിന്റെ, അസഭ്യം പറയുന്ന സ്വഭാവത്തിന്റെ ദൈവമേ പൈശാചികമായ ശക്തികളെയോ അരൂപികളെയോ ബന്ധനങ്ങളെയോ ഈ നിമിഷം യേശുനാമശക്തിയാൽ യേശുകുരിശനാൽ ഈശോയാൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകട്ടെ യേശുനാമത്തെ അൽപ്പിക്കുന്നു. ഇരുകാരമുയർത്തി കരഞ്ഞ് വിളിക്കുന്നു യേശുവേ. ഇരുകരങ്ങളും നമുക്ക് എല്ലാവർക്കും ശിരസ്സ് വയ്ക്കാം. തിരുവോസ്തരവനായ യേശുവേ കണ്ണുകൾ തുറന്ന് നോക്കാം. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഈ വർഷം 10ാം ക്ലാസ് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കുക. സ്കൂൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ സമർപ്പിക്കുക. ഐരിസ് OET പരീക്ഷ, ജർമ്മൻ പരീക്ഷ, കാറ്റ് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക. പഠന പരീക്ഷയിൽ വിജയം കിട്ടാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഈ സമയം ഉയർത്തിപ്പിടിക്കട്ടെ. പഠന മേഖലയിൽ പ്രത്യേകമായ അഭിഷേകത്തിലേക്ക് ഈ സമയം ദൈവം 68 വ്യക്തികളെ ഉയർത്തുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം സന്ദേശം നൽകുന്നുണ്ട്. ഐരിസ് പരീക്ഷ, OET പരീക്ഷ വിജയത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം 22 വ്യക്തികൾക്ക് നൽകി കർത്താവ് ഈ സമയം സ്പർശിക്കുന്നുണ്ട്. ഈ കൺവെൻഷൻ കഴിഞ്ഞ് 17 ദിവസത്തിനുള്ളിൽ ഐരിസ് പരീക്ഷ, OET പരീക്ഷ വിജയ 3 മക്കൾക്ക് ലഭിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഇതുവരെയും എല്ലാ വിഷയത്തിനും A+ കിട്ടാത്ത 8 കുട്ടികൾക്ക് 10ാം ക്ലാസ് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടുന്ന അനുഗ്രഹം കർത്താവ് കൊടുത്ത് സ്പർശിക്കുന്നു. ഉദൈവമേ ഉദൈവമേ പിതാവേ പരിശുദ്ധാത്മാവേ യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളെ, പഠിക്കുന്ന മക്കളെ അഭിഷേകം ചെയ്യണമേ. ഉദൈവമേ ഉദൈവമേ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക്, പ്ലസ് ടു പരീക്ഷയിൽ, സ്കൂൾ പരീക്ഷയിൽ, ഡിഗ്രി പരീക്ഷയിൽ, നഴ്സിംഗ് പരീക്ഷയിൽ, മെഡിക്കൽ പരീക്ഷയിൽ, NET പരീക്ഷയിൽ, ദൈവമേ ഐരിസ് പരീക്ഷയിൽ, OET പരീക്ഷയിൽ, ജർമ്മൻ പരീക്ഷയിൽ, CA പരീക്ഷയിൽ, ദൈവമേ കാറ്റ് പരീക്ഷയിൽ, ദൈവമേ പഠന മേഖലയിൽ, പരീക്ഷ മേഖലയിൽ ഉയർന്ന വിജയ വെളിപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അനസതയുടെ അരൂപികളെ ദൈവമേ ബുദ്ധിശക്തിയുടെ, ഓർമ്മശക്തിയുടെ പ്രത്യേകമായ അഭിഷേകം വെളിപ്പെടുവാൻ പഠന മേഖലയിൽ ദൈവമേ പ്രത്യേകമായ വിജയത്തിന്റെ അഭിഷേകം വെളിപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന ശക്തികളെയോ അരൂപികളെയോ ഈ നിമിഷം യേശുനാമശക്തിയാൽ യേശുകുരിശനാൽ തിരുസ്വരയാൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിടുതൽ ഈ നിമിഷം
സംഭവിക്കട്ടെ. യേശുനാമത്തെ അൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിക്കട്ടെ. യേശുവേ, യേശുവേ, ചേർന്ന് വിളിക്കുന്നു. യേശുവേ, ഇരുകരങ്ങളും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശിരസ്സ് വയ്ക്കുകയും കണ്ണുകൾ തുറന്ന് നമുക്ക് ഈശോയെ നോക്കാം. ഏതെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലാണെങ്കിൽ സമർപ്പിക്കുന്നു. രണ്ട് ബാധ്യത സമർപ്പിക്കുന്നു. വിവാഹ ജോലി തടസ്സങ്ങൾ, വിദേശ ജോലിയാത്ത തടസ്സം, സന്താനഭാഗ്യമില്ലാത്ത വ്യക്തികൾ, നമ്മുടെ കൃഷി ബിസിനസ് ഈ മേഖലയൊക്കെ പ്രത്യേകമായി സമർപ്പിക്കുക. സാമ്പത്തികമായി പ്രത്യേകമായി വിട്ടത് ഈ സമയം കർത്താവ് 680 വ്യക്തികൾക്ക് നൽകി ഈ സമയം സ്പർശിക്കുന്നുണ്ട്. കടബാധ്യത മൂലം ഭാരപ്പെട്ട് കഴിയുന്ന 31 കുടുംബങ്ങളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഈ കൺവെൻഷൻ കഴിഞ്ഞ് 71 ദിവസത്തിനുള്ളിൽ സാമ്പത്തിക വിടുതൽ 17 കുടുംബങ്ങളിൽ സംഭവിക്കുമെന്ന് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന സമയം. കാർഷിക മേഖല, തൊഴിൽ, ബിസിനസ് പരാജയപ്പെട്ട 56 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സാമ്പത്തികമായ തകർച്ച മൂലം ഒളിച്ചോടിയാലോ പുറപ്പെട്ടു പോയാലോ ഈ ചിന്തയുള്ള 2 വ്യക്തികളെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. തിന്മയുടെ ചിന്ത കർത്താവ് എടുത്തു മാറ്റുകയാണ്. 6 മാസത്തിനുള്ളിൽ സാമ്പത്തിക വിടുതൽ ഉണ്ടാകുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്ന സമയം. സന്താന ഭാഗ്യത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന 9 ദമ്പതികളെ ഉദരപാൻ അഭിഷേകം നൽകി കർത്താവ് സ്പർശിക്കുന്നു. 3 കുടുംബങ്ങൾക്ക് ഈ കൺവെൻഷൻ കഴിഞ്ഞ് 63 ദിവസത്തിനുള്ളിൽ ഉദരഫലം വെളിപ്പെടുന്നതായി കർത്താവിന്റെ ആത്മാവ് ഈ സമയം വെളിപ്പെടുത്തുന്നു. വിദേശ ജോലി യാത്ര തടസ്സം 21 പേരെ കർത്താവ് സ്പർശിക്കുന്നു. 44 ദിവസത്തിനുള്ളിൽ വിദേശത്ത് പോകുന്ന പ്രത്യേക വിടുതൽ ഈ സമയം 8 വ്യക്തികൾക്ക് നൽകി കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിസ തടസ്സമുള്ള 6 പേരെ കർത്താവ് സ്പർശിക്കുന്നു. ജോലി വിഭാഗ തടസ്സമുള്ള 74 പേരെ കർത്താവ് സ്പർശിക്കുന്നു. ഉദൈവമേ, ഉദൈവമേ, പിതാവേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉദൈവമേ, സന്താന ഭാഗ്യത്തിന്റെ, വിവാഹത്തിന്റെ, ജോലി മേഖലയുടെ, ജോലിസ്ഥിരതയുടെ, വിദേശ ജോലിയുടെ, വിദേശ യാത്രയുടെ, വസ്തുവിൽപ്പനയുടെ, വസ്തുവാങ്ങലിന്റെ, ദൈവമേ, ഭവനമില്ലായ്മയുടെ, ഭവന നിർമ്മാണത്തിന്റെ, ഭവന വിൽപ്പനയുടെ, ദൈവമേ, ഒളിച്ചോടിയവാൻ മടങ്ങി വരുവാനും, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടുകെട്ടുവാനും, കൊടുത്ത വസ്തുവകൾ തിരികെ കിട്ടുവാനും തടസ്സബന്ധനങ്ങളെ ദൈവമേ, കാർഷിക മേഖലയുടെ, തൊഴിൽ മേഖലയുടെ, ബിസിനസ് മേഖലയുടെ, ജോലി മേഖലയുടെ തകർച്ചകളെയോ പരാജയങ്ങളെയോ ദൈവമേ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ അനുഗ്രഹമായി മാറാത്ത വ്യക്തികളെയോ കുടുംബങ്ങളെയോ ദൈവമേ, കുടിവെള്ളത്തിന്റെ, വഴിയുടെ, വിസയുടെ തടസ്സങ്ങളെയോ ബന്ധനങ്ങളെയോ ഈ നിമിഷം നാമസത്യാൽ കുരിശുനാൾ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിടുതൽ സംഭവിക്കട്ടെ, നാമത്തെ അൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ച് ചേർന്ന് വിളിക്കുന്നു. യേശുവേ,
Arabis, 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 Arabis. ഈ സമയം ദൈവികാന പ്രദർശനമാണ്. ഏറെ ഭക്തിയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. കരങ്ങളടിച്ച് നമുക്ക് ചേർത്ത് പാടാം. ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി കരഞ്ഞ് വിളിക്കുന്നു യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടുന്നു. രാജാവായി കർത്താവായി മരണം ചെയ്തിടുവാൻ ദൈവരാജ്യം സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി മരണം ചെയ്തിടുവാൻ ദൈവരാജ്യം സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ കരമുയർത്തടിച്ച് യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ചേർന്ന് വിളിക്കുന്നു യേശുവേ. കരങ്ങളടിക്കട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച്, ശക്തിയോടെ കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച്, കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച്. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച്, നല്ലപോലെ ഉയർത്തിയടിച്ച്. കരങ്ങൾ താഴ്ത്തിയടിച്ച്. രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കരമുയർത്തടിച്ച് ആമേൻ. യേശുവേ. യേശുവേ. ചേർന്ന് വിളിക്കുന്നു യേശുവേ. കരമടിച്ച് ഈശോയെ ശക്തമായി കരമടിച്ച് നമുക്ക് വരവേൽക്കാം. ഈശോ വരുന്ന സമയം ഇരുകരം ഉയർത്തിയടിച്ചുകൊണ്ട് ഇരുകരം ഉയർത്തി കരഞ്ഞ് വിളിക്കുന്നു യേശുവേ. Arabis